അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇർഷാദുൽ ഇബാദ് സബക്ക് 82. നിസ്കാര ശേഷമുള്ള ദിക്ർ ദുആകളെ കുറിച്ചാണ് ഇനി പറയുന്നത്. നിസ്കാരത്തിന് ശേഷം വളരെ പ്രധാനപ്പെട്ട സമയമാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ മുനാജാത്ത് നടത്തി സലാം വീട്ടിയതിന് ശേഷം ദുആക്ക് പ്രത്യേകം ഇജാബത്തുള്ള സമയമാണ്. അല്ലാഹു തആല ദോഷങ്ങളൊക്കെ പുറത്തു നിർന്ന, നമ്മുടെ പദവികൾ ഉയർത്തുന്ന, നമ്മുടെ ദുആക്ക് ഉത്തരം തരുന്ന സമയമായതുകൊണ്ട് ശരിയായ രീതിയിൽ അത് ഉപയോഗപ്പെടുത്തേണ്ടതാണ്. നിസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ട ദിക്റുകൾ ഹദീസിൽ പല രീതിയിലും വാരിതായിട്ടുണ്ട്. പലതും നമ്മൾ പഠിച്ചു വെച്ചതുണ്ട്, നമ്മൾ പണ്ടേ മദ്രസയിൽ നിന്നൊക്കെ പഠിച്ചതുണ്ട്. അപ്പോൾ അതൊക്കെ അക്ഷരശുദ്ധിയോടെ പതിവായി ചെല്ലാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇവിടെ പറയുന്ന ദിക്റുകൾ പരിചയമുള്ളത് കൂടുതൽ ശ്രദ്ധിക്കുകയും അത് ചൊല്ലിയാലുള്ള നേട്ടങ്ങളും ഹദീസിൽ പറഞ്ഞ ഫായിദകളൊക്കെ പ്രത്യേകം മനസ്സിലാക്കുകയും ചെയ്യുക. പുതിയ ദിക്റുകൾ പഠിക്കാനും കൂടി ശ്രദ്ധിക്കുക. നല്ല ദിക്റുകൾ പതിവാക്കാൻ പറ്റുന്നത് പ്രത്യേകം തിരഞ്ഞെടുത്ത് പതിവാക്കുകയും അതിൻ്റെ ഫലം നേടിയെടുക്കുകയും ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞാൻ വായിക്കാം. ഖാത്തിമത്തുൻ ഫിൽ അദ്കാരിൽ മഅ്സൂറത്തി ബഅദ സ്വലാത്തിൽ മക്തൂബ. ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം ഹദീസിൽ വാരിദായ ദിക്റുകളെ പറ്റി പറയുന്ന പരിസമാപ്തിയാണിത്. റവത്ത് തുർമദി അൻ അബി ഉമാമ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇമാം തുർമദി റിപ്പോർട്ട് ചെയ്യുകയാണ്. ഖീല ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, അയ്യു ദുആഇ അസ്മഉ, ഏത് ദുആ ആണ് കൂടുതൽ ഏറ്റവും അല്ലാഹു തആല കേൾക്കുന്നത്, കേട്ട് ഉത്തരം നൽകുന്നത് എന്നർത്ഥം. ഖാല, അല്ലാഹു തആല സ്വീകരിക്കുന്ന ഏറ്റവും കൂടുതൽ അല്ലാഹു തആല പെട്ടെന്ന് തന്നെ ഉത്തരം തരുന്ന ദുആ ഏതാണെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞത് ജൗഫൽ ലൈലിൽ ആഖിർ ദുബുറ സ്വലവാത്തിൽ മക്തൂബാത്ത്, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ, രാത്രിയുടെ അവസാന സമയത്തും അതുപോലെ തന്നെ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട സമയമാണ്. തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന അത്താഴത്തിൻ്റെ ആ സമയം, രാത്രിയുടെ അവസാന ഭാഗം, അത് ദുആക്ക് പ്രത്യേകം ഉത്തരം കിട്ടുന്ന സമയമാണെന്നതിന് പുറമെ ഓരോ ഫർള് നിസ്കാരത്തിന് ശേഷവും ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. ആ സമയം ദുആ ചെയ്യാതെ എഴുന്നേറ്റ് പോകുന്നത് മൗഢ്യമാണ്, ബുദ്ധിശൂന്യതയാണ്. നമ്മൾക്ക് ചോദിക്കാനുള്ളതെല്ലാം ചുരുങ്ങിയ സമയത്തിനുള്ളിലെങ്കിലും നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിക്കേണ്ടുന്ന സമയമാണ്. അത് ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അല്ലാഹു തആല നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ സഫലീകരിച്ച് തരുമാറാകട്ടെ. പറയട്ടെ. ഖാലൻ നബവിയു, ഇമാം നബവി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അജ്മഅൽ ഉലമാഉ അല ഇസ്തിഹ്ബാബി ദിക്രി വദ്ദുആഇ ബഅദ സ്വലാ, നിസ്കാരത്തിന് ശേഷം ദിക്റും ദുആവും സുന്നത്താണെന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. പണ്ഡിത ലോകത്തിൽ ഇജ്മാഉള്ള ഏകാഭിപ്രായമുള്ള വിഷയമാണ് ദിക്റും ദുആവും നിസ്കാരത്തിന് ശേഷം സുന്നത്താണെന്ന്. അപ്പോൾ ഫമിന ദിക്റിൽ മഅ്സൂറായ ദിക്ർ, ഹദീസിൽ വന്ന ദിക്റിൽ പെട്ടതാണ് മാ ഖറജഹു ഇബ്നു സുന്നി വ അബൂ യഅല അനിൽ ബറാ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അവർ രണ്ടുപേരും റിപ്പോർട്ട് ചെയ്യുന്നത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ഇസ്തഗ്ഫറല്ലാഹ ദുബറ കുല്ലി സ്വലാത്തിൻ സലാസ മർറാത്ത്, ആരെങ്കിലും 3 വട്ടം നിസ്കാരത്തിന് ശേഷം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ, നിസ്കാരത്തിന്റെ പിറകെ ഒരാൾ അസ്തഗ്ഫിറുല്ലാഹൽ അളീം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ചൊല്ലേണ്ട രീതി? ചുരുങ്ങിയത് അങ്ങനെയെങ്കിലും ചൊല്ലുക. ഹദീസ് തുടർന്ന് പറയുന്നു, ഫഖാല അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈഹി എന്ന് ഒരാൾ 3 വട്ടം പറഞ്ഞാൽ, വളരെ സിമ്പിളായ ദിക്റാണ് ഇസ്തിഗ്ഫാർ, നമുക്കൊക്കെ അറിയുന്നതാണ്. അത് ഒരാൾ 3 വട്ടം പറഞ്ഞാൽ ഗുഫിറതു ദുനൂബുഹു, അവൻ്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടും. വ ഇൻ കാന ഖദ് ഫറ മിനസ് സഹ്ഫ്, അവൻ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയതാണെങ്കിലും ശരി. സബൂൽ മുബിക്കാത്തിൽപ്പെട്ട വൻദോഷത്തിൽപ്പെട്ട കാര്യമാണല്ലോ യുദ്ധത്തിൽ നിന്ന് തിരിഞ്ഞോടുക എന്നുള്ളത്. അപ്പം അങ്ങനെ വൻദോഷം ചെയ്താൽ പോലും എന്താകുന്നുണ്ട്? അവൻ്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടും. നിസ്കാരത്തിന് ശേഷം ഒന്ന് ആത്മാർത്ഥതയോടെ അള്ളാഹുവെ നീ പൊറുക്കണേ എന്നുള്ള മാനസിക ഉൾവിളിയോടുകൂടി നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് പറയേണ്ടതുണ്ട്. സലാം വീട്ടി കഴിഞ്ഞ ശേഷം അസ്തഗ്ഫിറുല്ലാഹ് ഒരു അക്ഷരശുദ്ധി ഉണ്ടാവില്ല, മാനസിക സാന്നിധ്യവും ഉണ്ടാവില്ല. ആ നിലയിൽ ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഫലം കിട്ടിയെന്ന് വരില്ല. അതേസമയം ഒരു മാമൂലായിട്ട് പറയാതെ മനസ്സറിഞ്ഞുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അളീം അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈഹി വയസീദു ഫീഹി അൽ അളീം, അസ്തഗ്ഫിറുല്ലാഹൽ അളീം എന്ന് വർദ്ധിപ്പിക്കേണ്ടതാണ്. ബഅദ സുബ്ഹി വൽ മഗ്രിബ്, സുബ്ഹി മഗ്രിബിന് ശേഷം അൽ അളീം, ബാക്കിയുള്ളതിന് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ മതിയെങ്കിൽ സുബ്ഹിനും മഗ്രിബിന് ശേഷം അസ്തഗ്ഫിറുല്ലാഹൽ അളീം എന്നുകൂടി പറയേണ്ടതാണ്.
ഇനി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അൻസറഫ മിൻ സ്വലാത്തിഹി ഇസ്തഗ്ഫറ തലാസ. റസൂലുള്ള നിസ്കാരം കഴിഞ്ഞതിന് ശേഷം 3 വട്ടം ഇസ്തിഗ്ഫാർ ചൊല്ലും. വഖാല, എന്നിട്ട് തുടർന്ന് റസൂലുള്ള പറയും, അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖദൈത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ് വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹ് ലഹുൽ നിഅമതു വലഹുൽ ഫദ്ലു വലഹുൽ സനാഉൽ ഹുസ്ൻ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ എന്ന ദിക്ർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലാറുണ്ടായിരുന്നു. ഇത് നമ്മൾ ചൊല്ലുന്നതാണ്. ഇതേ രീതിയിലല്ല എങ്കിലും ഇതിൻ്റെ മറ്റ് റിവായത്തുകൾ ക്രോഡീകരിച്ചുകൊണ്ട് നമ്മളൊക്കെ മദ്രസയിൽ നിന്നൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കിതാബ് നോക്കി, നമ്മൾ അയക്കുന്ന ടെക്സ്റ്റ് നോക്കി ഇതന്നെ പഠിക്കാൻ കഴിയുന്നവർ ഹദീസിൽ നിന്ന് നമ്മൾ നേരിട്ട് കണ്ടല്ലോ. അപ്പോൾ കണ്ട ദിക്ർ അങ്ങനെ തന്നെ ഹദീസ് വെച്ചിട്ട് തന്നെ ബൈഹാർട്ടാക്കി അത് ചൊല്ലാൻ ശ്രമിക്കുന്നവർ അതിന് തയ്യാറാവുക. അപ്പോൾ അറിയാത്തവർ പുതുതായി പഠിക്കാൻ വേണ്ടി തയ്യാറാവുക. ഞാൻ ദിക്റിൻ്റെ അർത്ഥമൊന്നും വെക്കുന്നില്ല. അർത്ഥം ആവശ്യമുള്ളവർ അത് ഗ്രൂപ്പിൽ ചോദിച്ചാൽ ഉസ്താദുമാരൊക്കെ പറയും. അപ്പോൾ ഇത് നിസ്കാരത്തിന് ശേഷം ചൊല്ലാനുള്ള പ്രതിഫലാർഹമായ വളരെ പ്രധാനപ്പെട്ട ദിക്റാണെന്ന് മാത്രം മനസ്സിലാക്കുക, എന്നിട്ട് അത് പതിവാക്കുക. അപ്പോൾ വഹുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലാറുള്ള ഒരു ദിക്റാണ് പറഞ്ഞത്. ഇനി മുസ്ലിം തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന വേറെ സംഭവം, ഐലൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സബ്ബഹല്ലാഹ ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ സലാസൻ വസലാസീന, ആരെങ്കിലും നിസ്കാരത്തിന്റെ പിറകെ 33 വട്ടം തസ്ബീഹ് ചൊല്ലിയാൽ, നമ്മളെല്ലാവരും ചൊല്ലാറുള്ളതാണ്. വഹമിദല്ലാഹ സലാസൻ വസലാസീൻ, 33 വട്ടം ഹംദ് ചൊല്ലിയാൽ, അൽഹംദുലില്ലാ ചൊല്ലിയാൽ, വകബ്ബറല്ലാഹ സലാസൻ വസലാസീൻ, 33 വട്ടം തക്ബീർ ചൊല്ലിയാൽ, തിരുനബിയാണ് പറയുന്നത്, വഖാല തമാമൽ മിഅ, അങ്ങനെ 100 പൂർത്തിയാക്കാൻ വേണ്ടി അവൻ പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നും കൂടി പറഞ്ഞാൽ ഗുഫിറത് ഖതായാഹു, അവന്റെ ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ്. വ ഇൻ കാന മിസ്ല സബദിൽ ബഹർ, അത് കടലിലെ നുരയോളം ഉണ്ടെങ്കിലും ശരി, അല്ലെങ്കിൽ കടൽ തിരമാലകളോളം വർദ്ധിച്ചതാണെങ്കിലും, കടലിലെ നുരയോളം ഉണ്ടെങ്കിലും ശരി, അതെന്താകുന്നതാണ്? പിന്നെ അവന്റെ ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ, നുബുവത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് അത് കൃത്യമായി പാലിക്കുന്നതിന് തടസ്സമുള്ളത്? പ്രിയപ്പെട്ടവരെ, അത് കൃത്യമായി ചൊല്ലി വന്നാൽ ഈ ഒരു ഹദീസിന്റെ ഫായിദ പ്രതീക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ചെയ്താൽ ഒരിക്കലും അള്ളാഹു താല നിരാശരാക്കൂല. പക്ഷേ അത് ചെല്ലുമ്പോൾ ആ നിലയിൽ അക്ഷരശുദ്ധിയോടെ, ഒന്ന് ഭയഭക്തിയോടെ ചെല്ലാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. പലപ്പോഴും വലിയ ഒരു അപകടമാണ്, അല്ലെങ്കിൽ വലിയ ഒരു ഭാഗ്യദോഷമാണ് നമുക്കൊക്കെ ഉണ്ടാവുന്ന ഒരു രീതി. സുബ്ഹാനല്ലാഹ് ചെല്ലുമ്പോൾ അക്ഷരശുദ്ധി ഉണ്ടാവില്ല, 33 എണ്ണം പിടിക്കൽ തന്നെ ഒരു കൃത്യതയില്ലാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ സുബ്ഹാനല്ലാഹ്, ആ അവസാനത്തെ ഹാവും ആദ്യത്തെ സുബ്ഹാനല്ലാഹിന്റെ ഹാവ് ഒന്ന് അക്ഷര മഖ്റജിൽ തന്നെ പുറപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അവസാനത്തെ ഹാവ് ശരിയായ രീതിയിൽ ഉച്ചരിക്കാൻ വേണ്ടി സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, അങ്ങനെ ആ ഹാവ് വരണം. സുബ്ഹാനല്ലാഹ് 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 എന്ന് പറഞ്ഞുകൊണ്ട് എന്താവുന്നില്ല, അത് പ്രതിഫലാർഹമായ രീതിയിൽ അക്ഷരശുദ്ധിയോടെ ആയി മാറുന്നില്ല. അപ്പോൾ സുബ്ഹാനല്ലാഹി, ഒന്നിക്കൽ ഹി തന്നെ പറഞ്ഞോ, കൂട്ടി പറയുമ്പോൾ സുബ്ഹാനല്ലാഹി 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 അങ്ങനെ പറയാം. അല്ലാണ്ട് സുബ്ഹാനല്ലാഹ് 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 അങ്ങനെ ആക്കിയാൽ എന്താവില്ല, ഒന്നും ആകുന്നില്ല. ദിക്റേ അല്ല, അറബിയേ അല്ല. അതിന് പ്രതിഫലം കിട്ടാനും ഉണ്ടാവില്ല. അപ്പോൾ അല്ലാഹു തആല കാരുണ്യവാനാണ്, റഹ്മാനാണ്. അവൻ എന്താണ് ആ സമയങ്ങളൊക്കെ നല്ലതിൽ ഉപയോഗപ്പെടുത്തി നല്ല മനസ്സോടുകൂടി അതിന് ചെല്ലാനിരുന്നു എന്നതിനൊക്കെ പ്രതിഫലം തന്നേക്കാം, അതല്ല വിഷയം. പക്ഷെ ഇതിൻ്റെ ഈ ഹദീസിൽ പറഞ്ഞ പൂർണ്ണമായ ഫായിദ കിട്ടണമെങ്കിൽ ആ അദബുകൾ പാലിച്ച അക്ഷരശുദ്ധിയോടെ നമ്മൾ ചെല്ലണം. അത് വളരെ മസ്റ്റാണ്, നിർബന്ധമാണ്. അപ്പോൾ സുബ്ഹാനല്ലാഹി 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 അങ്ങനെ പറയണം. വഹമിദല്ലാഹ്, അൽഹംദുലില്ലാഹ് പറയുമ്പോൾ ശ്രദ്ധിക്കണം. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി, കുട്ടി പറയാം അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹ് എന്ന് വേണമെങ്കിൽ പറയാം. അവസാനത്തെ ഹാവ് പലപ്പോഴും പലരും ശ്രദ്ധിക്കാറില്ല എന്നുള്ളത് ഒരു ദുരവസ്ഥയാണ്. ഇനി തക്ബീർ വരുമ്പോൾ അല്ലാഹു അക്ബർ, അത് വളരെ എളുപ്പമാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. പക്ഷെ അക്ബർ ഹംസ വരാതെ ചെല്ലുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നാകും. അപ്പൊ അക്ബർ പറയണം, അല്ലാഹു എന്ന് പറയണം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അവ ഒന്ന് സമയം എടുത്ത് ചെല്ലിയാൽ ആകെ 1-1.5 മിനിറ്റേ വേണ്ടി വരുള്ളൂ.
ആ ഒരു അരമിനിറ്റ് നമ്മൾ കുറച്ച് സാവധാനത്തിലാക്കിയാൽ ഏറി വന്ന പോലെ ഒരു അരമിനിറ്റേ അധികമായി പോവുള്ളൂ. ഈ ഓവർ സ്പീഡ് ആക്കിയിട്ട് ഉള്ളത് മുഴുവൻ ബാത്തിലാക്കുന്ന പരിപാടിക്ക് പകരം നമ്മൾ ഒന്ന് സമയം എടുത്തിട്ട് ഒരു അരമിനിറ്റെങ്കിലും നമ്മൾ അധികം ഇരുന്നു കൊടുത്താൽ വളരെ ഭംഗിയായി ഇത് ചൊല്ലി തീർക്കാൻ കഴിയും. അതൊരു പതിവാക്കി ഇന്ന് മുതൽ ജീവിതത്തിൽ നിർബന്ധമായി ഞാനത് ചെയ്തിരിക്കും എന്നുള്ള വാശിയോടുകൂടി പ്രതിജ്ഞ എടുത്ത് അത് പതിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. എന്താണ് പറഞ്ഞത്? എല്ലാ ദോഷവും പൊറുക്കുന്ന പറഞ്ഞത്. അപ്പോ 100 പൂർത്തിയാക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് 100 പൂർത്തിയാ. മറ്റൊരു ഹദീസിലുള്ളത് തക്ബീർ 34 വട്ടം ചൊല്ലണം എന്നാണ്. ബഹുമാനപ്പെട്ട ഇമാമുന നവവി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത് 2 റിവായത്തും ജംഅ് ചെയ്തുകൊണ്ട് എന്താക്കലാണ് നല്ല രീതി. സുബ്ഹാനല്ലാഹ് 33 ചൊല്ലുക, അൽഹംദുലില്ലാഹ് 33 ചൊല്ലുക, അല്ലാഹു അക്ബർ 34 ചൊല്ലുക, എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അതും പറയുക. ഇങ്ങനെയാണ് നല്ലത്. ആ ഹദീസിൽ വന്ന 2 റിവായത്തും കൂടി ജംഅ് ചെയ്യാൻ വേണ്ടി എന്നാണ് നബി ഇമാമൊക്കെ അഭിപ്രായപ്പെടുന്നത്. അപ്പൊ ആ രീതി നമ്മൾ സ്വീകരിക്കുക. അല്ലാഹു അക്ബർ 34 തന്നെ ചൊല്ലട്ടെ. അതിനു പുറമെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നും കൂടി ചൊല്ലുക. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.